364 ദിവസവും നട തുറന്ന് വെക്കുക, ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക. മാത്രമല്ല, ഇപ്പോൾ എരുമേലിയിൽ ഒരു വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. പിണറായി വിജയന് അദ്ദേഹം അധികാരത്തിലില്ലെങ്കിലും ശിഷ്ടകാലം അല്ലേ, ഈ കമ്മീഷനൊക്കെ വാങ്ങി അദ്ദേഹത്തിന് സുഖജീവിതം നയിക്കാം. അത് സ്വദേശത്തോ വിദേശത്തോ ആവാം. ആത്യന്തികമായി ഇത് തന്നെയല്ലേ ലക്ഷ്യം സംഗമത്തിൻ്റെ? എയർപോർട്ടിന് അപ്രോച്ച് റോഡുകളും വരും, മരുമകനും ഗുണമുണ്ട്. അതെ അതെ, അയ്യപ്പന് മാത്രമല്ല. യെസ്. അപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം നിർമ്മാണമായിട്ടും വരും. ഊരാളുങ്കലിനും വലിയ ഗതിയും രാശിപ്രകാരം പിണറായി വിജയന്റെ ജാതകം നന്നായി പരിശോധിച്ച് പ്രശ്ന പരിഹാരമായിട്ട് നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടി ശരണം വിളിപ്പിക്കുക, പിന്നെ കറുത്ത വാഹനം വാങ്ങുക, വീടിനടുത്ത് ഗോശാല നിർമ്മിക്കുക. ഇവരുടെ ദൃഷ്ടിയിൽ ഒരു കടുത്ത സംഖ്യ പോലും ചെയ്യാൻ മടിക്കുന്ന അത്ര ആചാര പരിഷ്കരണങ്ങളാണ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വീട്ടിലും പരിസരത്തും ചെയ്തിട്ടുള്ളത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ക്ഷേത്രങ്ങളെ, കാവുകളെ ഒക്കെ അവയുടെ തനതായ വിശുദ്ധിയിൽ തന്നെ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കുന്നതിനെ, സ്പിരിച്വൽ ടൂറിസത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ കച്ചവട കണ്ണുകൾ വളരെ അധികമാണ്. കച്ചവട കേന്ദ്രമായി ക്ഷേത്രങ്ങൾ അധപ്പതിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രത്തെ തൂക്കിവിറ്റ് മാനമില്ലാതെ വിശ്വാസികളെ ആശ്രയിക്കാൻ വരുന്ന കള്ളന്മാരെയും ചതിയന്മാരെയും തിരിച്ചറിയാനുള്ള കഴിവ് ഹിന്ദുക്കൾക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 9 വർഷമായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴാണ് ശബരിമല വികസനവും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വെളിപാട് ഉണ്ടാകുന്നത്.